യേശുവെ നന്ദി, യേശുവെ സ്തുതി. കൃപാസന മാതാവേ, എനിക്ക് ഈ സാക്ഷ്യം പറഞ്ഞു തീർക്കാനുള്ള ശക്തി എനിക്ക് തന്നേക്കണേ. 2025 മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. എൻ്റെ പേര് മരിയ എന്നാണ്. ഞാൻ വരുന്നത് വരാപ്പുഴയിൽ നിന്നാണ്. സെൻറ്റ് ആൻ്റണീസ് കൊങ്ങോർപ്പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയിൽ നിന്നാണ്. അമ്മ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളും ഉടമ്പടി എടുത്തിട്ടുള്ള ആളുമാണ്. അപ്പം ഞാനിവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് തുടർച്ചയായിട്ട് 3 തവണ വിസ റിജക്ഷൻ വന്ന ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് ഞാൻ ഫിൻലാൻഡിലേക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് വിസ വെച്ചു. എനിക്കത് റിജക്ഷൻ ആയിരുന്നു എനിക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് 2024 ഞാൻ സ്പെയിനിലേക്ക് വെച്ചു. 2 തവണയാണ് ഞാൻ വെച്ചത്. 2 തവണയും എനിക്ക് വിസ റിജക്ഷൻ തന്നെയാണ് വന്നത്. നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് എൻ്റെ വിസ റിജക്റ്റായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് നമുക്ക് വിസ സബ്മിഷൻ ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇതിന് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് സമ്പത്ത് വേണ്ട, അതായത് ഫിനാൻഷ്യലി കുറേ പൈസ വേണ്ട കാര്യമാണ് വിസ സബ്മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡമ്മി ടിക്കറ്റ് മുതൽ നമ്മൾ അക്കോമഡേഷൻ വരെ നമ്മൾ ഡമ്മി സബ്മിറ്റ് ചെയ്യും. അതിനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 3 തവണ ഞാൻ ഇതുപോലെ സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരാനുണ്ടായ സാഹചര്യം, ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ജർമ്മനിയിലേക്കൊന്ന് വെച്ച് നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇനി മതിയായില്ലേ, ഞാൻ 3 തവണ വെച്ചിട്ട് എനിക്ക് റിജക്ഷൻ തന്നെയാണ്. 3 തവണ റിജക്ഷൻ വരാമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ല. നമ്മുടെ പാസ്പോർട്ടിൽ അത് ചെക്ക് ചെയ്യും, നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ 3 തവണയും തുടർച്ചയായിട്ട് റിജക്ഷൻ വരാമെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും പൈസ ചിലവാക്കാനില്ല നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഹസ്ബൻഡ് പോളണ്ടിലാണ്. എനിക്ക് 4 വയസ്സുള്ളൊരു മോനും കൂടെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ അവസാനത്തെയാണ്, ഇതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നോക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, വിസയുടെ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ മാർച്ച് 1-ാം തീയതി വന്നിട്ട് ഉടമ്പടി എടുക്കണം. എൻ്റെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിരുന്നു ജർമ്മനിയിലേക്കുള്ള എൻ്റെ ഈ വിസ തടസ്സം മാറി കിട്ടണേ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. 3 മാസം ഞാൻ ഉടമ്പടിയിലൂടെ തന്നെ പോയി പത്രങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്തു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും എൻ്റെ വിസയുടെ പ്രോസസ്സിങ് അങ്ങ് മുന്നോട്ട് നീങ്ങുന്നില്ല, ഇഴഞ്ഞിഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, എനിക്ക് ജർമ്മൻ വിസ കിട്ടാനായിട്ട് ഡോക്യുമെൻ്റ് സബ്മിഷന് ഡേറ്റ് കിട്ടുന്നില്ല, സ്ലോട്ട് ഓപ്പൺ ആവുന്നില്ല. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങൾ ഏജൻസിയിൽ വിളിക്കും, അപ്പോൾ അവർ പറയും ഓപ്പൺ ആയിട്ടില്ല. അപ്പം അതും എനിക്ക് നിരാശയായിരുന്നു. ഞാനാണെങ്കിൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ജോലി റിസൈൻ ചെയ്യുന്ന ആളാണ് ഞാൻ. അതും കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ, കൊച്ചിനെ സ്കൂളിൽ ചേർക്കേണ്ട പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ 3 മാസമായിട്ടും ഇതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതായപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയായിരുന്നു ഞാൻ ജോലിക്ക് പിന്നെയും പൊക്കോട്ടെ. അപ്പോൾ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, നിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി. 3 മാസം കഴിഞ്ഞു. ഞാൻ ജൂൺ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരിക. ഞാൻ പറയാം, മാതാവേ, ഞാൻ ഈ 3 മാസം ഞാൻ ഉഴപ്പിയോ? 3 മാസം ഉഴപ്പി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നീ എൻ്റെ കാര്യം കേൾക്കാത്തത്. ഞാനപ്പോൾ എൻ്റെ പാസ്പോർട്ടും കൊണ്ടാണ് ഞാൻ വന്നത്. ഞാനങ്ങനെ ഉടമ്പടിയുടെ ക്ലാസ് കഴിഞ്ഞു. എനിക്ക് എന്തോ ഒരു ഫീൽ ചെയ്യും, എൻ്റെ കൂടെ ആരോ നടക്കുന്ന പോലെ എനിക്ക് തോന്നാം. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, പക്ഷെ ഞാൻ ചുറ്റും നോക്കും, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ എനിക്ക് എൻ്റെ കൂടെ ആരോ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനങ്ങനെ 3-ാമത്തെ കൗണ്ടറിൽ ഇവിടെ വന്നു. എൻ്റെ പാസ്പോർട്ടും കൊണ്ടുവന്ന് മാതാവിനെ മുട്ടിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഈ മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനത്തിന് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ്, എനിക്ക് ആ ഒരു തിരി പിടിക്കാനുള്ളൊരു ഭാഗ്യമെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. മാതാവ്, എനിക്കൊരു അത്ഭുതം കാണിച്ചു തായോ, ആ തിരി അല്ലെങ്കിൽ ആ ധൂപക്കുറ്റി ഒന്ന് പിടിച്ച് നിൻ്റെ കൂടെ നടക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്നറിയത്തില്ല. അപ്പോൾ അന്നേരം അവിടെ നിന്ന ബ്രദർ പറഞ്ഞു, ഇതിൽ വിസയ്ക്ക് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ പഠിക്കാനോ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നിന്ന കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പ്രായമായിട്ടുള്ള അമ്മച്ചിമാരാണ്. അപ്പോൾ ഞാൻ കൈവക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, അതിൽ നിന്നൊരു കൊയിൻ എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ മാതാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. മാതാവ് ഒരു തിരി പിടിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് എനിക്ക് നീ മാതാവിനെ തന്നെ തന്നല്ലോ എന്ന്. അങ്ങനെ ഞാൻ മാതാവിനെ കൊണ്ടുവന്ന്, അന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ ആ പ്രദക്ഷിണം അവിടെ നിന്ന് മുതൽ ഇവിടം വരെ എത്തിയത് വരെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ പാസ്പോർട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ്, ഇതിനകത്ത് ഒരു ഭാഗ്യമില്ലാത്ത പാസ്പോർട്ടാണിത്. 3 തവണയാണ് എനിക്ക് റിജക്ഷൻ വന്നത്.
അതായത് 3 തവണയാണ് ഞാൻ നാണം കെട്ടതെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ ഒന്ന് എനിക്ക് മാറ്റിത്തായോ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഇനി എൻ്റെ കാര്യങ്ങൾ നടക്കും, എന്തായാലും മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, ഇനി എല്ലാവരും ടപ്പേന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാനിങ്ങനെ തമാശയാണെങ്കിലും ഞാൻ പറഞ്ഞു. അത്ഭുതം എന്ന് പറയാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏജൻസിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഈ മാസം 11-ാം തീയതി ആയിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. സബ്മിഷന് പോയ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ മാതാവിനോടും എൻ്റെ ഭർത്താവിനോടും മാത്രമാണ് സബ്മിഷന് പോവുകയാണെന്നുള്ളത് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇവരെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും കൂടി അത് റിജക്ഷൻ വന്നു എന്നുള്ളത് താങ്ങാനുള്ള ശക്തി വീട്ടുകാർക്കില്ല. അപ്പോൾ ഒന്നുകൂടി ഇവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പറഞ്ഞില്ല, സബ്മിഷന് പോവാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോടും മാതാവിനോടും മാത്രമാണ് ഞാൻ പറഞ്ഞത്. സബ്മിഷന് പോയി എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം സബ്മിറ്റ് ചെയ്തു, ഞാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞത് 90 ഡേയ്സ് 90 ദിവസമാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ ഡിസിഷൻ ആവാനായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. നമുക്ക് അവർ വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വിസയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്യും. അപ്പോൾ പ്രോസസ്സിങ് തന്നെയാണ് കാണിക്കുന്നത്. ഈ വിസ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കൈ കിട്ടാതെ നമുക്കത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കൊറിയർ കിട്ടാതെ നമുക്ക് അതിലുണ്ടോ വിസ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ 10ാമത്തെ ദിവസം എനിക്ക് ഫോണിൽ മെസ്സേജ് വരാണ് ഡെലിവേർഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏജൻസിയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, കാരണം മിനിമം 30 ദിവസമെങ്കിലും എടുക്കും. 10 ദിവസം കൊണ്ട് 11-ാം തീയതി വെച്ചിട്ട് 20-ാം തീയതി മെസ്സേജ് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഇതുണ്ട്, 10 ദിവസം കൊണ്ട് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല ഈ ഒരു വിസ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായി, കാരണം ഇനി ഇത് റിജക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇനി വേഗം വന്നത്, എൻ്റെ മാത്രം എന്താ വേഗം വന്നതെന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്താണ് എൻ്റെ ഡെലിവറി വന്നത്. ഞാനത് പൊട്ടിച്ചു, കാരണം 3 തവണത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ കൂടെ എക്സ്ട്രാ ഉണ്ടാവും. എന്തുകൊണ്ടാണ് അത് റിജക്റ്റ് ആയെന്നുള്ളത് കാണിച്ചിട്ടൊരു പേപ്പർ ഉണ്ടാവും. ഞാൻ ആദ്യം അത് പൊട്ടിച്ചിട്ട് നോക്കിയത് ആ പേപ്പർ ഉണ്ടോയെന്നാ, പേപ്പറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ ഉള്ളിലെങ്ങാനും മടക്കി വെച്ചിരിക്കുക. തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ വിസ അതിലുണ്ട്. ഇതാണ് എൻ്റെ വിസ. ഞാനിത് മാതാവിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. 3 തവണ എനിക്ക് റിജക്ഷൻ കിട്ടിയതാണ്. വെറും 10 ദിവസം കൊണ്ടാണ് മാതാവ് എനിക്കത് സാധിച്ചു തന്നത്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 13 ലക്ഷം രൂപയുടെ ചിലവുണ്ടായിരുന്നു. അത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്കത് കണ്ടെത്താനായിട്ട് പറ്റി. അടുത്ത മാസം ജൂലൈ 9-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. മാതാവിൻ്റെ കൂടെ വരും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ എല്ലാ തടസ്സങ്ങളും മാറ്റി തന്ന മാതാവിന് ഒരു കോടി നന്ദി. ഞാൻ ഇവിടെ വന്ന് കൃപാസന പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് പറ്റാവുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് പേര് വിസയൊക്കെ കൊടുത്തിട്ട് റിജക്ഷനൊക്കെ വന്ന് ഒരുപാട് പേര് നിരാശയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്തില്ലെങ്കിൽ തന്നെ അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മാതാവിൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്ത്. ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ തന്നെ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ശ്രദ്ധിക്കില്ല, അമ്മമാരാദ്യം ശ്രദ്ധിക്കില്ല. 2ാമത്തെ തവണ നമ്മൾ പറയും പറ്റില്ല എന്ന് പറയും. 3ാമത്തെ തവണ കൊച്ച് അത് തന്നെ പറഞ്ഞാൽ നമ്മൾ അമ്മമാരാണെങ്കിൽ നമ്മളത് എടുത്തു കൊടുക്കും. എന്ത് തന്നെയാണെങ്കിലും നമ്മളത് കൊടുക്കും. നമ്മൾ അതുപോലെ വാശി പിടിച്ച് പ്രാർത്ഥിക്കണം. വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്ക് തരാതിരിക്കില്ല. നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാതാവ് നമുക്കത് നേടിത്തരുക തന്നെ ചെയ്യും, നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ സാമ്പത്തികമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും ഞാൻ സഹായിക്കാറുണ്ട്. മാസത്തിലൊരിക്കൽ ഞാനങ്ങനെ കുമ്പസാരത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്ന ആളായിരുന്നില്ല. മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാനായിട്ട് ഞാനിപ്പോൾ ശ്രമിക്കാറുണ്ട്. എനിക്കത് സാധിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞത് മൂലം ഒരാളെങ്കിലും മാതാവിൻ്റെ പക്കലേക്ക് വരികയാണെങ്കിൽ അതിന് വലിയ പ്രേക്ഷിത പ്രവർത്തനം എനിക്കില്ല. ഇതുപോലെ നിരാശയിൽ കഴിഞ്ഞതോ റിജക്ഷൻ വന്നവരൊക്കെ ആയിട്ട് ഒരു തവണ റിജക്ഷൻ വന്നാൽ വീണു പോകുന്ന ആൾക്കാരാണ്. 3 തവണ റിജക്ഷൻ വന്നിട്ടും പിടിച്ചു നിന്ന ആളാണ് ഞാൻ. 4ാമത്തെ തവണയാണ് മാതാവ് എന്നെ കൈപിടിച്ച് ഉയർത്തിയത്. അപ്പോൾ ഒരു തവണ റിജക്ഷൻ വന്നു എന്ന് വിചാരിച്ച് വീണു പോകുന്ന ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ എൻ്റെ അനുഭവ സാക്ഷ്യം കൊണ്ടിട്ട് അവർക്ക് പുതിയൊരു ഉന്മേഷം കിട്ടുകയാണ്, മാതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് വേറെ ചെയ്യാനില്ല. ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. മരിയ ജോയ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വിദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങൾ മാറിയതും തുടർച്ചയായ വിസ റിജക്ഷൻ മാറി 4ാം തവണ
വിസ അനുവദിച്ച് ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വരുമ്പോഴുള്ളത് അമ്മയുടെ ഒരു സാന്നിധ്യം അനുഭവിക്കണം. അത് ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ ആ അമ്മയുടെ പ്രദക്ഷിണത്തിൽ വഹിക്കുന്ന തിരിയെങ്കിലും ഒന്ന് വഹിക്കുവാൻ എന്നെ സഹായിക്കണമെന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് അമ്മയുടെ അടയാളം ചോദിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വരുന്നത്. എന്നാൽ അമ്മ മാതാവ് അമ്മയെ തന്നെ വഹിക്കുവാൻ മകളെ സഹായിച്ചുകൊണ്ട് മകളുടെ വിശ്വാസത്തെ ആദ്യം ബലപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ 20 25 ദിവസം കഴിഞ്ഞ് കിട്ടേണ്ട വിസ 10 ദിവസത്തിനുള്ളിൽ മകൾക്ക് നൽകിക്കൊണ്ട് താൻ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണെന്ന ബോധ്യം കൂടി കൈമാറി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉടമ്പടിയിലുള്ള പ്രത്യേകത, ഉടമ്പടി എന്തിനെയാണോ നമുക്ക് അമ്മ മാതാവിലൂടെ കൈമാറിയിരിക്കുന്നത് ആ വാഗ്ദാനങ്ങളൊക്കെയും അനുവദിച്ചു തരുവാൻ അമ്മ മാതാവ് ഒരിക്കലും അമാന്തിക്കില്ല. അത് നമുക്ക് കഴിവില്ലെങ്കിലും അമ്മയുടെ കൃപയാൽ നമുക്ക് നിയോഗങ്ങൾ അനുവദിച്ചു തരും. നമ്മൾ ഏറെ നാളായി പരിശ്രമിക്കുന്നൊരു വിഷയമാണെങ്കിലും സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവ് നമുക്കത് അനുവദിച്ചു തരും. ഏറെ ഭാരപ്പെടുന്ന വിഷയങ്ങളും എത്ര നാളായി നാം ആഗ്രഹിച്ചിട്ടും കൂടുതൽ കൂടുതൽ കുരുക്കായിത്തീരുന്ന വിഷയങ്ങളാണെങ്കിലും നമ്മൾ അമ്മയുടെ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്കത് ലൈറ്റ് വെയ്റ്റായി മാറുന്നത്, നിസ്സാരമായി ലഘൂകരിച്ചു തരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പലപ്പോഴും പല പ്രശ്നങ്ങളുമേൽ പ്രശ്നങ്ങളായി ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് തടസ്സങ്ങളും കൂടുതൽ വിഷയങ്ങളുമായി നാം തന്നെ കുരുക്കിലകപ്പെട്ടതുപോലെ ജീവിക്കുമ്പോൾ ഉടമ്പടിയിലേക്ക് നിയോഗം വെച്ചു കൊടുക്കുമ്പോൾ അമ്മ മാതാവ് പ്രതിസന്ധികൾ മുഴുവൻ മാറ്റി ജീവിതത്തെ ശുഭകരമാക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ചില കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവയ്ക്ക് കാലതാമസമുണ്ടാകുമ്പോൾ 1, 2, 3, 4, 5 തവണ ഉടമ്പടി പുതുക്കിയിട്ടും അതിനകത്ത് ഫലമുണ്ടാകുന്നില്ലെങ്കിൽ ഒടുവിൽ നമ്മളെ അമ്മ മാതാവ് തന്നെ ബോധ്യപ്പെടുത്തി തരും എന്തുകൊണ്ട് ഇതിനൊരല്പ താമസമുണ്ടായി. ആ ടൈം ലാഗ് പോലും അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി അമ്മ മാതാവ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരും. കാരണം കൂടുതൽ മികവുള്ളത്, ഇത്ര നാളും നീ ചോദിച്ചതിനേലും കൂടുതൽ മികവുള്ളതും കൂടുതൽ നന്മയായിട്ടുള്ളതും നിനക്ക് അനുവദിച്ച് തരുവാൻ വേണ്ടിയാണ് ഒരല്പം സമയം കൂടുതലെടുക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഇതിനെല്ലാത്തിനും നമ്മുടെ ജീവിതം എത്ര കണ്ട് അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ, അമ്മ മാതാവ് നമ്മളോട് പറയുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ഒരു ശാരീരിക ആത്മീയ വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതൊന്ന് പരിശോധിക്കണം. ദൈവത്തോട് കറയറ്റ സ്നേഹത്തോടെ ഇടപഴകുവാൻ, സഹോദരങ്ങളോട് ദൈവസ്നേഹത്തിൻ്റെ ഔദാര്യത്തോടു കൂടി എന്തും നന്മ ചെയ്തു കൊടുക്കുവാനുള്ള തീഷ്ണതയുണ്ടാകുവാൻ, നമ്മൾ തന്നെ ആത്മീയ മനുഷ്യരായി ബലം പ്രാപിക്കുവാൻ, കാരുണ്യ പ്രവൃത്തികളിലൂടെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന കൃപാസനം പത്രം ഒത്തിരി അനുഭവങ്ങളിലൂടെ, ജീവിത സാക്ഷ്യങ്ങളിലൂടെ, അച്ഛന് ഓരോ ആഴ്ചയിലും ഉടമ്പടി ധ്യാനത്തിൽ നമുക്ക് പങ്കുവയ്ക്കുന്ന ദൈവികമായ സന്ദേശങ്ങളിലൂടെ, അത് വേദനിച്ചിരിക്കുന്ന, അശരണരായിരിക്കുന്ന, അനർത്ഥങ്ങളിൽ കഴിയുന്ന, ജീവിത തടസ്സങ്ങളിലേക്ക് നിബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തികളെടുത്ത് വായിക്കുമ്പോൾ ദൈവത്തെ അറിയുവാൻ, ദൈവസ്നേഹം അനുഭവിക്കുവാൻ, ദൈവസന്നിധിയിൽ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് കോടിയണഞ്ഞ് ജീവിത പ്രശ്നത്തിന് പരിഹാരമാകും വിധം അവരെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുവാൻ നമ്മൾ ഉപകരണമാകുമെങ്കിൽ അതാണ് ദൈവത്തെ അറിയിക്കുകയും അറിഞ്ഞവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. നമ്മളോട് ഉടമ്പടി ജീവിതം ഇത്രയുമേ പറയുന്നുള്ളൂ. നിങ്ങൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്നവരാകണം. നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ അറിയുന്നൊരു ജനം ഇവിടെ ഉണ്ടാവുകയും വേണം. അങ്ങനെ നമ്മൾ എത്ര കണ്ട് ഉടമ്പടിയോട് വിശ്വസ്തതയുള്ളവരാകുന്നുവോ, ഉടമ്പടി നമ്മുടെ ജീവിത വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത അനുഗ്രഹമായി നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. മകളുടെ കണ്ണീര് തുടച്ച് കരുതിയ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച ഈ നല്ല അനുഭവത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും.